പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കെ.എം. എബ്രഹാം എഴുതിയ കത്തുണ്ടായിരുന്നു സെബി ചെയർമാനെ നീക്കണം എന്നാവശ്യപ്പെട്ട്. ഈ കത്തും തള്ളിക്കൊണ്ടാണ്, ഈ കത്തിലെ പരാമർശങ്ങളും തള്ളിക്കൊണ്ടാണ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അന്ന് 2013 വിധി പ്രഖ്യാപിച്ചത്. എന്നോടാണ് ജോമോനെ പൊതുധാരണയുണ്ട് കെ.എം. എബ്രഹാം സഹാ ഗ്രൂപ്പ് ചെയർമാനെ ജയിലിൽ അടയ്ക്കാൻ ഇടപെടലുകൾ നടത്തിയെന്ന്. ആ ഇടപെടലുകളല്ല സഹാ ഗ്രൂപ്പ് ചെയർമാനെ ജയിലിൽ അടയ്ക്കാൻ ഇടയാക്കിയത് എന്നാണ് ജോമോൻ വാദിക്കുന്നത്. ജോമോൻ പറഞ്ഞത് കെ.എം. എബ്രഹാം ഇത് പറഞ്ഞു നടന്നു എന്നാണ്. അങ്ങനെ കെ.എം. എബ്രഹാം പറഞ്ഞു നടന്നത് ഞാൻ കേട്ടിട്ടില്ല. കെ.എം. എബ്രഹാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥനാണ്. ഇന്ന് അദ്ദേഹത്തെ ഞാൻ കൂടി 2 തവണയെ കണ്ടിട്ടുള്ളൂ. ഒന്ന്, ശിവദാസ മേനോൻ നായനാർ ഗവൺമെൻറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ സംസാരിക്കും. ഒരു ദിവസമേ കണ്ടുള്ളൂ. പിന്നീട് അടുത്ത കാലത്ത് ഒരു തവണ കൂടി കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് സെബിയിൽ അദ്ദേഹത്തെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ദേശീയ ലെവലിൽ ചില പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ മാത്രം, അതിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും മനസ്സിലാക്കിയത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല, അദ്ദേഹം എന്തെങ്കിലും എഴുതിയിട്ടുള്ളതായിട്ടും എനിക്കറിയില്ല, എഴുതിയിട്ടില്ല, ആരോടും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. രണ്ടാമത്, അദ്ദേഹം കണ്ടത്തിൽ കുടുംബാംഗമാണെന്ന് ഇപ്പോൾ ജോമൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കെ.എം. എബ്രഹാം ചിലപ്പോൾ കണ്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ കിഴക്കേടത്തായിരിക്കാം. ഇങ്ങനെ കെ.എം. എബ്രഹാം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യമാണോ? ഇപ്പോൾ ഞാനും അറിഞ്ഞത് ഇങ്ങനെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്താണ്. ആ രീതിയിലുള്ള പൊതുധാരണയാണ് ഉണ്ടായിരുന്നതും. സെബി അംഗമായിരിക്കെ അദ്ദേഹം നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ, ഈ പ്രവർത്തനങ്ങളെ ഖണ്ഡിക്കുന്ന തെളിവുകളാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹാജരാക്കിയത് 2013 സുപ്രീം കോടതി വിധി. അപ്പോൾ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ കെ.എം. എബ്രഹാം പറഞ്ഞുകൊണ്ട് നടന്നുവെന്നും അത് 2 സർക്കാരുകളും കൈയും നീട്ടി സ്വീകരിച്ചു എന്നുമാണോ? അങ്ങനെയല്ല. ഇപ്പോൾ കെ.എം. എബ്രഹാം പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തെ പോലെ ഒരാളതൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ മറ്റു ചില മാധ്യമങ്ങൾ പെരുപ്പിച്ച് ഒരുപക്ഷെ ഇവിടുത്തെ പൊതുവിശ്വാസമാക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ മാതിരി ഞാനും ഇതുവരെ ഈ ജോമോൻ്റെ കാര്യം വരുന്നത് വരെ ഈ സുപ്രീം കോടതി വിധി എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കെ.എം. എബ്രഹാം അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത ആളാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അത് അറിഞ്ഞിട്ട് പറഞ്ഞതാണോ അതോ ജോമോൻ പറയുന്നത് പോലെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പറഞ്ഞതാണോ എന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും സുപ്രീം കോടതി വിധി കാണുമ്പോൾ വളരെ കൃത്യമാണ്. സെബിയിൽ ഇരുന്നു കൊണ്ട് സെബി ചെയർമാനായി സഹാറയ്ക്കെതിരെ നടപടിയെടുത്ത സെബി ചെയർമാനെതിരെ അദ്ദേഹത്തെ നീക്കണമെന്നാവശ്യപ്പെട്ട് പോയ ആളാണ് കെ.എം. എബ്രഹാം എങ്കിൽ ഇപ്പോൾ ഇന്ന് തോമസ് ഐസക് പറഞ്ഞത് പരമാബദ്ധമാണ്. അല്ലെങ്കിലും ഞാൻ നേരത്തെ ജേക്കബ് ജോർജും ആ കാര്യത്തിനോട് യോജിച്ചു. ഒരു കേസ് ചർച്ചയിലിരിക്കുമ്പോൾ അത് പാടില്ല. ഇനി ജേക്കബ് ജോർജ് സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതിലെനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവരാണോ ഏറ്റവും വലിയ കള്ളന്മാർ, ഇവരാണോ ഏറ്റവും വലിയ അഴിമതിക്കാർ? ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. കാരണം കോടതിയിൽ നിന്ന് പരാതി അനുസരിച്ച് അവർക്ക് കിട്ടിയ അന്വേഷണം അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ എനിക്കെതിരെ ഒരു പരാതി വന്നാൽ ഞാൻ ചോദിക്കാമോ ഞാനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്ന്? വേറെ കള്ളന്മാരില്ല, അവരെയൊക്കെ അന്വേഷിച്ചിട്ടാണോ എന്നെ പിടിക്കേണ്ടത്? എനിക്കെതിരെ ഒരു പരാതി അന്വേഷിക്കാൻ വിജിലൻസിന് കോടതി ഒരു നടപടിക്രമം അനുസരിച്ച് ഒരു കത്ത് കൊടുത്താൽ അത് അന്വേഷിക്കണം. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കണോ, വഴിക്ക് അന്വേഷിക്കണോ? ഇപ്പോൾ ടോം ജോസിൻ്റെ കാര്യത്തിൽ 100% ആരും എതിർത്തിട്ടില്ല. ജേക്കബ് തോമസ് പോലും എതിർത്തിട്ടില്ല, മുഖ്യമന്ത്രി എതിർത്തിട്ടില്ല. റെയ്ഡിന് വേണ്ട കടലാസുകൾ വാങ്ങിയാണ് അദ്ദേഹം പോയത്, ഒരു തർക്കവുമില്ല. കെ.എം. എബ്രഹാമിൻ്റെ വീട്ടിൽ പോയത് ശരിയായോ, അവിടെ പോയി പറഞ്ഞത് ശരിയായോ, ആ തർക്കങ്ങളൊക്കെ നിൽക്കട്ടെ. ഇല്ല, ആ തർക്കങ്ങളെ അതിനകത്ത് വിജിലൻസ് ഡയറക്ടർ തന്നെ ആശങ്കയില്ലാത്തവരെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ജാഗ്രതക്കുറവുണ്ടായി. ഈ സംശയം ബലപ്പെട്ട സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടിയതെന്നും വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ, സീറോ മിസ്റ്റേക്ക് സ്ട്രാറ്റജി, അന്വേഷണത്തിലെ പിഴവ് ഒഴിവാക്കുന്നതിന് വേണ്ടി വിജിലൻസിന്റെ പുതിയ സർക്കുലർ, ഇത് പക്ഷേ പാലിക്കുവാൻ കെ.എം. എബ്രഹാമിന്റെ വീട്ടിലെ പരിശോധനയിൽ സാധിച്ചിട്ടില്ല എന്ന് വിജിലൻസ് ഡയറക്ടർ തന്നെ തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട്. ഇതോടൊപ്പമാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കെ.എം. എബ്രഹാമിനെ അനുകൂലിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വിജിലൻസിന്റെ കണ്ണിൽ നിന്നും മോചനം കിട്ടാൻ പോവുകയാണോ കെ.എം. എബ്രഹാമിനോട്? അതിന് മുന്നോടിയാണോ ഈ പ്രസ്താവനകളെല്ലാം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അന്വേഷണം ഇപ്പം നടക്കല്ലേ. ജേക്കബ് തോമസിനെ നമുക്ക് വിശ്വസിക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ, ധനമന്ത്രി പറഞ്ഞത് കേട്ടോ തൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് വിചാരിക്കുക.
മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അങ്ങനെ പറയാൻ പാടില്ല എന്നത് വേറെ വിഷയം. ജേക്കബ് തോമസ് അതിന് കീഴ്പ്പെടാതെ അദ്ദേഹം നേരെ പോയി അന്വേഷിച്ച് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ ശരി. ഇനി സെബി കേസ് അന്വേഷിക്കാനല്ലല്ലോ അദ്ദേഹത്തിനെ വിട്ടിട്ടുള്ളത്. സെബിയിൽ KM എബ്രഹാമിൻ്റെ പങ്ക് അന്വേഷിക്കലല്ലല്ലോ ജേക്കബ് തോമസിന് ഇപ്പോൾ ഉള്ള ജോലി. അത് അദ്ദേഹം അന്വേഷിക്കട്ടെ. സെബിയിൽ അദ്ദേഹം തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് സുപ്രീം കോടതി വിധിയും മറ്റു കാര്യങ്ങളും നിൽക്കട്ടെ. അത് ആൻറ്റിസിഡൻസ് ആണ്. പ്രധാന പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ട അഴിമതികളാണ്. അധിക സ്വത്ത് സമ്പാദനം അദ്ദേഹത്തിനോട് കണക്കിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവോ, ആ കേസ് തെളിയിക്കാൻ കഴിയുമോ? ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോമോൻ ഇപ്പോൾ കൊടുത്ത പരാതി ഞാൻ മനസ്സിലാക്കുന്നത് നിലനിൽക്കില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ KM എബ്രഹാം അതിന് ശിക്ഷിക്കപ്പെടണം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് മഞ്ജുഷേ, ഈ CRPC IPC അനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റർ ഈസ് ദ കിങ് എന്നൊരു സംഗതിയുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ ഒരു പണി ഏൽപ്പിച്ചാൽ അയാൾക്ക് ആ നടപടിക്രമം തെറ്റുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. പക്ഷേ അയാളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഇവിടെ അന്വേഷിക്കണം, ആരെ വിളിച്ച് ചോദ്യം ചെയ്യണമെന്ന്. പിന്നെ ഇതുകൊണ്ട് ഇവർക്ക് അപമാനമുണ്ടായി എന്ന വാദമൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ഇവർക്ക് എന്താ ഇമ്മ്യൂണിറ്റി ഉള്ളതിൽ? മുഖ്യമന്ത്രി അടക്കം ഒരുപക്ഷെ ലെജിസ്ലേച്ചർ ഇമ്മ്യൂണിറ്റി ഒഴിച്ചാൽ ബാക്കി ചീഫ് സെക്രട്ടറിക്ക് എന്താ ഇമ്മ്യൂണിറ്റി ഉള്ളത്? എനിക്ക് എന്താ ഇമ്മ്യൂണിറ്റി ഉള്ളത്? ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് അന്വേഷണം വന്നതുകൊണ്ട് ഒരാൾ മോശക്കാരനാവുന്നില്ല. നമ്മുടെ നാട്ടിൽ അന്വേഷണങ്ങൾ പൂർത്തിയായി തെളിവെടുപ്പ് നടത്തി കേസ് പൂർത്തിയാവാതെ നീണ്ടുപോകുമ്പോഴാണ് ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ ജോമോൻ പുത്തമ്പുരക്കൽ ഇപ്പോൾ ഈ അന്വേഷണം നേരിടുന്നയാൾക്ക് അപമാനമായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു അപമാനത്തിന് സാഹചര്യം ഉണ്ടായിരുന്നോ? ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലെ അപാകത അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഈ വിജിലൻസ് ഡയറക്ടർ പറയുന്നത് പോലെ സീറോ മിസ്റ്റേക്ക് സ്ട്രാറ്റജി, അങ്ങനെയാണ് വിജിലൻസിന്റെ സർക്കുലർ. പക്ഷേ അത് പാലിക്കുവാൻ അവിടെ കഴിഞ്ഞില്ല എന്ന് എന്നോടാണ് ചോദിച്ചത്. അതെ, ഇതിലിത് നമ്മളെ ഈ അന്വേഷണം ഇപ്പം KM എബ്രഹാത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു, വീട്ടിലല്ല ഫ്ലാറ്റിൽ ചെന്നത്. എൻ്റെ പരാതിയിൽ ശ്രീ KM എബ്രഹാത്തിൻ്റെ ഫ്ലാറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പരാതി പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് പോയത്. അതേസമയം റെയ്ഡ് എന്ന് ശ്രീ KM എബ്രഹാത്തിനെ പോലെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്തു, റെയ്ഡ് നടത്തി എന്നെ അപമാനിച്ചു, ഭാര്യ ഉണ്ടായിരുന്നു, അവിടെ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഞാൻ ഈ റെയ്ഡിന് ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു ഈ കേസിൻ്റെ വാദി എന്ന നിലയിൽ. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, അവിടെ ഇത് സ്ക്വയർ ഫീറ്റ് എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ ചെന്നതാണ്. അല്ലാതെ റെയ്ഡ് നടത്തുവാണെങ്കിൽ ബോംബെയിലെ ഫ്ലാറ്റുണ്ട്, കടപ്പാക്കടയിൽ കൊല്ലത്ത് 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് കൊല്ലത്തുണ്ട്. ഇതെല്ലാം ഒരേ സമയത്താണ് റെയ്ഡ് നടത്തേണ്ടത്. അതറിയാവുന്ന കാര്യമല്ലേ. പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ റെയ്ഡ് നടത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് പരിശോധിക്കാൻ പോകുന്ന എന്തായി, 24-ാം തീയതി ഒക്ടോബർ 24-ാം തീയതി ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടി. അതും പ്രകാരം നവംബർ 7-ാം തീയതി ഇനി എന്ത് ദിവസമുണ്ട്, മുഴുവൻ അവധി ദിവസമല്ലേ, നവംബർ 7-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കാൻ വെല്ലവൻ്റെ ഫ്ലാറ്റിൽ പോയി, അതേ മില്യൻ അപ്പാർട്ട്മെൻറ്റിലെ IAS IPSകാരുടെ ഫ്ലാറ്റിൽ, ഇവിടെ പല ആളുകൾ ഇതിനു മുമ്പ് ചാനൽ ചർച്ച ഞാൻ കേട്ടു, അത് വേറെ ആളുകളുടെ ഫ്ലാറ്റ് ഒന്ന് പോയി നോക്കിയിട്ട് സെയിം ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതെങ്ങനെ കോടതിയിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പറയുന്ന ആരോപണ വിധേയനായ ആളുടെ ഫ്ലാറ്റ് അളന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ വേറെ വല്ലവരുടെ അളന്നു കൊടുത്താൽ കോടതി സമ്മതിക്കുക? എന്താണ് ഇത് വെള്ളിരിക്കുക? അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി ഉത്തരവ് പ്രകാരം, മേലിൽ നിന്നുള്ള ഉത്തരവ് എന്ന് പറയുന്നത് കോടതി ഉത്തരവാണ്. ആ കോടതി ഉത്തരപ്രകാരം പോയ അന്വേഷണ ഉദ്യോഗസ്ഥനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കളവായ ഒരു പരാതി കൊടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ പീഡിപ്പിച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള തുടർ നടപടികൾ അന്വേഷണത്തിൽ നിന്ന് നിരാശപ്പെട്ട് പുറകോട്ട് പോകാൻ വേണ്ടി, പിന്തിരിപ്പിക്കുവാൻ വേണ്ടി കോടതി ഉത്തരവിനെ അല്ലെങ്കിൽ കോടതി അന്വേഷണത്തെ അട്ടിമറിക്കുവാനോ ഇല്ലാതാക്കാനോ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരാതി അംഗീകരിച്ചുകൊണ്ടാണല്ലോ. അല്ല, ആരും അംഗീകരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു കാര്യം വിജിലൻസ് ഡയറക്ടർ പോലും ഈ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ നിർബന്ധിതനാവുകയല്ലേ ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ അപമാനം KM എബ്രഹാമിന് ഉണ്ടായി എന്ന പരാതി ഉണ്ടല്ലോ, അത് സ്ഥാപിക്കുന്ന രീതിയിലായി പോയില്ലേ പിന്നീടുള്ള നടപടി? ഞാൻ നിങ്ങളൊക്കെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണല്ലോ, അപ്പം പത്രത്തിൽ വന്ന പല കാര്യങ്ങളും വിജിലൻസ് ഡയറക്ടർ തന്നെ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡയറക്ടർ എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടത് ഞാനിന്ന് കണ്ടതിൽ 2 വ്യൂ ആണ്. കേക്ക് ഡയറക്ടർ എന്താ പറഞ്ഞത്, അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ? റെയ്ഡ് നടന്ന കാര്യം റെയ്ഡ് നടന്ന കാര്യം എനിക്കറിയത്തില്ലെന്ന്, ഞാൻ അറിഞ്ഞിട്ടില്ലെന്നു. റെയ്ഡ് നടക്കാത്ത കാര്യമാണ് അറിഞ്ഞത്. റെയ്ഡല്ല അവിടെ നടന്നത്, റെയ്ഡ് നടന്നിട്ടില്ല.
ഒരു പരിശോധനയ്ക്ക് പോകണം. ആ പരിശോധനയ്ക്ക് പോയാൽ പറയട്ടെ, അല്ല, ആ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥനെതിരെ ആ ഉദ്യോഗസ്ഥനോട് കാരണം കാണിക്കൽ ആവശ്യപ്പെട്ടത് എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് മാത്രമാണ്. ആ ഫ്ലാറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നോക്കുന്നത്, കോടതി റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുന്ന, ഈ ചർച്ചയ്ക്ക് വരുന്നവരൊന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെ നടത്തണമെന്നുള്ളത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ ലാൻഡിൻ്റെ വാല്യുവേഷൻ എത്രയാണെന്ന് നിശ്ചയിക്കേണ്ട അവസാന വാക്ക് ധനകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫ്ലാറ്റിലും കടപ്പാക്കടയിലുള്ള 3 നില ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും വില നിശ്ചയിച്ച് പുള്ളിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. നാട്ടുകാരുടെ മുഴുവൻ അദ്ദേഹം അറിയുകയും ചെയ്യാം, അദ്ദേഹം അവസാന വാക്കായി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞെടുത്ത് അത് അന്വേഷിക്കണ്ടേ, ബോധ്യമാകണ്ടേ? അന്വേഷിക്കേണ്ടതെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ എങ്ങനെ അന്വേഷിക്കണം നിങ്ങൾ ചാനലിരുന്ന് പറഞ്ഞാൽ അതല്ല, അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്ന രീതിയിൽ നോട്ടീസ് കൊടുത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, മഹത്വവൽക്കരിക്കില്ല ഈ കേരള സംസ്ഥാനം. അല്ല പറയടാ, ഈ കേരള സംസ്ഥാനത്ത് എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഒരു മെമ്മോ കൊടുക്കാറുണ്ട്. ആ മെമ്മോയിൽ ആനക്കാര്യമായിട്ട് നിങ്ങൾ കരുതല്ലേ. അതിന് മറുപടി കിട്ടിക്കഴിയുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് മറുപടി കൊടുക്കുന്നതെന്നും അദ്ദേഹം എന്താണ് പറയുന്നതെന്നും കൊടുത്തതിന് ശേഷം നമുക്ക് വിലയിരുത്താം. എന്നിട്ട് നാളെ ഉച്ചയ്ക്ക് മറുപടി കൊടുക്കുക. ശരിയാണ്, നാളെ ഉച്ചയ്ക്ക് അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്യും. മഞ്ജുഷേ, മഹത്വവൽക്കരിക്കണം ഇരുതെന്നൊക്കെ പറയുന്നു. പക്ഷേ മഹത്വം അർഹിക്കുന്നവരെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായി പോയി പണ്ട് മുതലേ. ജോബോൻ പുത്തമ്പരിക്കൽ നിങ്ങൾ എന്നെ ചുമ്മാ മുമ്പേ കുറ്റപ്പെടുത്തി. എങ്ങനെ കുറ്റപ്പെടുത്തി? മൂന്ന് പേരും 3 തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് പറഞ്ഞത്. അതിൽ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കരുത്. മഞ്ജുഷ്, ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ ഇപ്പോഴത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ജേക്കബ് തോമസ് നേതൃത്വം കൊടുക്കുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും പറക്കാത്ത വിജിലൻസ് ഓഫീസിൽ ഒരു SP ഡയറക്ടറുടെ സാക്ഷാൽ ജേക്കബ് തോമസിൻ്റെ അനുമതിയില്ലാതെ KM എബ്രഹാം എന്ന കേരള IAS-ലെ 3ാം സ്ഥാനക്കാരൻ്റെ വീട്ടിൽ അദ്ദേഹമില്ലാത്ത സമയത്ത് ഭാര്യ മാത്രമുള്ളപ്പോൾ 4-5 ഉദ്യോഗസ്ഥന്മാരെയുമായിട്ട് കടന്നു ചെല്ലുമെന്ന് മഞ്ജുഷ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിൽ നടക്കുകയില്ല. ജേക്കബ് തോമസ് ജേക്കബ് തോമസിന്റെ അനുമതിയില്ലാതെ ഇപ്പൊ പാവം ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാൻ പോവുകയാണ്. കഷ്ടമാണിത്. പക്ഷെ ബലിയാടാക്കാൻ പോകുക എന്ന് ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞായിരിക്കും വിജിലൻസ് ഡയറക്ടർ തീരുമാനമെടുക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് മുൻപ് മറുപടി നൽകണമെന്നാണ്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ അനുമതിയില്ലാതെ ആ ഉദ്യോഗസ്ഥനും കൂടെയുള്ളവരും പോവുകയല്ല. നിസ്സംശയം പറയാം, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ബലിയാടാക്കിയിട്ട് ഗവൺമെന്റും വിജിലൻസ് ഡയറക്ടറും കൈ കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദയനീയമായ കാര്യമാണ്. ഒരു 5 മാസം മുമ്പ് വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ്, 5 മാസമായിട്ടില്ല, ഒരു 2 മാസത്തിന് മുമ്പ് വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് നിലവിലുള്ള വിജിലൻസ് ഡയറക്ടർമാർ അവരുടെ എല്ലാം കണ്ട് ഡയറക്ടർ കണ്ട് ഓരോ ഉത്തരവുകളും നടപടികളും ഇത് ആ സർക്കുലർ ഇറക്കി. ഞാൻ കാണണ്ട, SP-മാർക്ക് എല്ലാ കാര്യത്തിലും അധികാരം കൊടുത്തിരിക്കുകയാണെന്ന് സർക്കുലർ ഓൾറെഡി ഇറക്കിയതായി ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ടെക്നിക്കലായിട്ട് പറഞ്ഞത് ഞാൻ ഈ കാര്യത്തിൽ ഈ റെയ്ഡ് നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പം റെയ്ഡ് നടത്തിയതിനെ സംബന്ധിച്ച് ആ പെശക അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു ശബ്ദം മാത്രമാണ് പുറത്തോട്ട്. ആരോപണവിധേയനായ KM എബ്രഹാത്തിന്റെ പരാതി. ആ പരാതിയിൽ കളവായ കാര്യമാണോ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ആ അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥന്റെ മെമ്മോ കൊടുത്തതിന് മറുപടി കൊടുക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഈ ഉദ്യോഗസ്ഥനെ KM എബ്രഹാമിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥനെ ബലി കൊടുക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഡയറക്ടർ തയ്യാറാകുമോ? ഇങ്ങനെ താങ്കൾ വിചാരിക്കുന്നുണ്ടോ? നാളെ ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തോട് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് KM എബ്രഹാമിന് അപമാനമുണ്ടായി എന്ന് വരുത്തി തീർക്കുവാൻ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ശ്രമിക്കുമോ? എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം അദ്ദേഹം നിയമപരമായാണ് മറുപടി കൊടുക്കുന്നതെങ്കിൽ എന്തായാലും പ്രശ്നം. നേരത്തെ ജോമോൻ പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ച ജോലി ഈ വീടിൻ്റെ അളവ് പറഞ്ഞതിൽ കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് നോക്കലാണ്. അത് ഞാൻ നോക്കാൻ പോയി. അവിടെ പോയി ഞാൻ അളന്നു. അതിലെന്താണ് തെറ്റ് എന്ന് കോടതി ഉത്തരവിൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഇനി ആകെ പറയാവുന്നത് ഇക്കാര്യം വേണമെങ്കിൽ KM എബ്രഹാമിനെ ഒന്ന് അറിയിച്ചിട്ട് പോകാമായിരുന്നു. അതൊരു ധാർമ്മികത, ഒരു മോറൽ എന്നുള്ള നിലയ്ക്ക്.
ഇപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ അളക്കാൻ പോകുമ്പോൾ വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അറിയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ടോം ജോസിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരിങ്ങാലക്കുട ആയിരുന്നു, അവിടുന്ന് താക്കോല് പോയി മേടിച്ചുകൊണ്ടിട്ടാണ്, ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ധാർമ്മികമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് വീട്ടിൽ പോകാമായിരുന്നു, അളക്കൽ മാത്രമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാമെന്നല്ലാതെ നിയമപരമായി ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാൻ ഒരു മാർഗവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കോടതി കൃത്യമായി വീടിൻ്റെ അളവ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഒരു നിവർത്തിയില്ലാതെ അളക്കല്ലാതെ ഒരു വഴിയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ടോം ജോസിന് അനുകൂലമായി വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്, വിജിലൻസിനെതിരെ IAS ലോബി ആയുധമാക്കില്ലേ? ഇടവേളയ്ക്ക് ശേഷം.